പാലായിൽ കൂറുമാറിയ കൗൺസിലർമാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നതിൽ കോൺഗ്രസിൽ ഭിന്നത. നിയമ നടപടി സ്വീകരിച്ചാൽ പ്രാദേശികമായി പാർട്ടിക്ക് വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നാണ് ഒരു വിഭാഗത്തിന്റെ അഭിപ്രായം. പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയത് പോലും കൂടിയാലോചന ഇല്ലാതെയെന്നും ആക്ഷേപമുണ്ട്. കോൺഗ്രസ് കൗൺസിലർമാർ കൂറുമാറി വോട്ട് ചെയ്തതോടെയാണ് പാലാ നഗരസഭയിൽ ദിയാ ബിനുവിന് ചെയർപേഴ്സൺ സ്ഥാനം നഷ്ടമായത്. LDF അവിശ്വാസത്തെ പിന്തുണച്ച 4 കൗൺസിലർമാരെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് കോൺഗ്രസ് പുറത്താക്കി. പക്ഷേ കൂറുമാറ്റം ചൂണ്ടിക്കാണിച്ച് ശക്തമായ നിയമ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞ DCC പ്രസിഡന്റ് നാട്ടകം സുരേഷ് MLA പ്രഖ്യാപനം ഇതുവരെ നടപ്പായിട്ടില്ല. നിയമ നടപടി സ്വീകരിച്ചാൽ അത് പ്രാദേശികമായി കോൺഗ്രസിന് വലിയ തിരിച്ചടി ഉണ്ടാക്കുമെന്നാണ് ഒരു വിഭാഗം നേതാക്കളുടെ അഭിപ്രായം. കൗൺസിലർമാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ പാടില്ലെന്ന് മണ്ഡലം കമ്മിറ്റിയിലെ മഹാഭൂരിപക്ഷവും പറയുന്നു. ഇതിനു വിരുദ്ധമായ നിലപാട് സ്വീകരിച്ചാൽ കടുത്ത പ്രതിസന്ധിയാവും പാലായിൽ കോൺഗ്രസിന് നേരിടേണ്ടി വരികയെന്നും പ്രാദേശിക നേതാക്കൾ കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചു. കൂടിയാലോചനകൾക്ക് ശേഷം മാത്രമേ നിയമ നടപടി സ്വീകരിക്കാൻ പാടുള്ളൂവെന്ന് ഒരു വിഭാഗം ജില്ലാ നേതാക്കളും പറയുന്നു. പാലാ നഗരസഭയിലെ ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പ് ഓഗസ്റ്റ് 19 നടക്കുക. കോൺഗ്രസ് വിമതയായി ജയിച്ച മായ രാഹുൽ ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കാനാണ് സാധ്യത. ന്യൂസ് മലയാളം, കോട്ടയം.